കേന്ദ്ര നയത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നുകയറുകയാണ് കേന്ദ്ര സർക്കാർ. PM ശ്രീ സ്കൂൾ കേരളത്തിൽ നടപ്പാക്കുന്നതിന് സമഗ്ര ശിക്ഷാ പദ്ധതിയെ കേന്ദ്രം ഉപകരണമാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുടർന്ന് പദ്ധതിയിൽ തൽക്കാലം ഒപ്പിടേണ്ടെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഫെഡറലിസത്തിന്റെ അന്തസത്ത മാനിക്കാതെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ മാതൃകാ വിദ്യാലയങ്ങളായാണ് PM ശ്രീ സ്കൂളുകളെ കാണുന്നതെന്നും ഈ പദ്ധതി അംഗീകരിച്ച് അതിന്റെ MOUവിൽ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് പണം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 2 ഗഡുക്കളും ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര വിഹിതവും നൽകിയിട്ടില്ല. കേന്ദ്രം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പ്രത്യേകം പുസ്തകങ്ങളാക്കി പഠനത്തിന് നൽകിയ സംസ്ഥാന സർക്കാർ നിലപാടിനൊപ്പമാണ് കേരള ജനത നിന്നത്. ദേശീയ നയം വഴി അടിച്ചേൽപ്പിക്കുന്ന പലതും വിദ്യാഭ്യാസ വിരുദ്ധമാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം കുട്ടികളുടെ പക്ഷത്തു നിന്ന് മാത്രമേ കേരളം പരിഗണിക്കുകയുള്ളൂ എന്നാണ് സർക്കാരിന്റെ തീരുമാനം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന 5ലെയും 8ലെയും പൊതു പരീക്ഷകളെ തുടർന്ന് കുട്ടികളെ പരാജയപ്പെടുത്തുക എന്നത് സർക്കാർ നയമല്ല, മറിച്ച് പാഠ്യപദ്ധതി നിഷ്കർഷിക്കുന്ന തരത്തിൽ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയും നേടേണ്ട ശേഷികൾ നേടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഇതിനകം തന്നെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഇക്കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷ മുതൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. 8, 9, 10 ക്ലാസുകളിലും നിശ്ചിത ശേഷികൾ നേടാത്തവർക്കായി പ്രത്യേക പഠന പിന്തുണ പരിപാടി സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുകയും ഈ ശേഷികൾ നേടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാർ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഒരുക്കമല്ല. കുട്ടികളെ തോൽപ്പിക്കുക എന്നത് സർക്കാർ നയമല്ല. എല്ലാ വിഭാഗം കുട്ടികളെയും ചേർത്ത് നിർത്തുന്ന നയമാണ് കേരള സർക്കാരിൻ്റെത്. ഒരു വിഭാഗം വിദ്യാർത്ഥികളെ അരിച്ചു കളയുന്ന രീതിക്കെതിരെ എന്നും കേരളം മുന്നിലുണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നാലെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. പാഠഭാഗത്ത് നിന്ന് സത്യസന്ധമായ കാര്യങ്ങൾ പലതും കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടി വെട്ടിമാറ്റിയ കേന്ദ്രമാണ്. സംഘപരിവാറിനെതിരായി തോന്നുന്ന ഭാഗങ്ങളെല്ലാം ചരിത്രത്തിന്റെ പ്രധാന ഏടുകളാണെങ്കിൽ കൂടിയും വെട്ടിമുറിച്ചു കളയുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതാണ് ഏറെ തെറ്റ്.